നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി നെഹ്റു എന്ന മുസൽമാനെന്ന് PC ജോർജ്. ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടുത്തിക്ക് പറയാം, പിന്നെ കുഴപ്പം മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കും, മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ മുസ്ലിം അല്ലേ അപ്പം നെഹ്റു? പിന്നെ നെഹ്റു അല്ലെന്ന് പറയാം. ഇല്ല, മത്തായിയുടെ പുത്തൂന്ന് വായിരം അപ്പം മനസ്സിലാവും. മനസ്സിലായി? മത്ത എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു. ഏനാ ജമാഅത്തിച്ച ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കല്ലേ? ഇത് രണ്ടും രാജ്യദ്രോഹികളല്ലേ? ഞാനിപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, കമ്മ്യൂണിസ്റ്റും തെറ്റാ, കോൺഗ്രസും തെറ്റാ. ഇത് രണ്ടിനും ഉപേക്ഷിക്കാനുള്ള സമയം. ഇവിടെ കേരളത്തിലെ മലയാളികളെ പാവങ്ങൾ അവർ LDF UDF മാറി നിൽക്കുക. വല്ല കാര്യമുണ്ട്? ഞാൻ അതുകൊണ്ട് 2 കൂട്ടരും പഠിച്ചിട്ടുണ്ട്. ഞാൻ 2 കൂട്ടരോട് നിന്ന് വിവരം പഠിച്ചിട്ടുള്ളവനെ. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും കള്ളന്മാരാണ്. ഈ രണ്ടിനും ഇല്ലാതാക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം. പുതിയൊരു വിവാദം ഗവർണർ സർക്കാർ തമ്മിലുള്ള പോര് തന്നെയാണ് ഈ ഭാരതാംബ വിവാദമാണ്. ഭാരതാംബ ഞാൻ ചോദിക്കട്ടെ, ഭാരതാംബ എന്ന് പറയുന്നത് അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഭരണഘടനാ സ്ഥാപനം എനിക്കത് വിശ്വാസം. ഞാൻ ഭരണഘടന എനിക്കതിന് അവകാശമില്ല. ഇത് അതിനത് സൗകര്യമുണ്ട് വണങ്ങും. ഞാൻ കയറിപ്പോൾ വണങ്ങി വെച്ചാൽ കയറിപ്പോയി കണ്ടില്ലേ? ഞാൻ വണങ്ങി വണങ്ങേണ്ട സൗകര്യമില്ലാത്ത വണങ്ങണ്ടെന്ന്. ഭരണഘടനാ സ്ഥാപനത്തിൽ സർക്കാർ സംവിധാനം സൗകര്യം കൊണ്ട് പാലിച്ചോണം. ഇല്ല വേണം പിണറായി വിജയൻ ഇപ്പം ഈ AK സെൻറ്ററിലെ എല്ലാം വെച്ച് ചെയ്യുന്നതാണ്. ദൈവവിശ്വാസം ഇല്ലാത്തതിന് തുണിയില്ലാത്ത പെണ്ണിൻ്റെ പടം വെച്ചാൽ വലിയ ആന. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിട്ട് 2 പെണ്ണുങ്ങളല്ലേ തുണിയില്ലാത്തതിനെ കയറ്റാൻ നോക്കിയത് പിണറായി വിജയൻ? അതൊക്കെയാണോ ജനാധിപത്യം? അത് തടഞ്ഞെന്നുള്ളതാണല്ലോ ഞാനുമായിട്ടുള്ള ആദ്യത്തെ അടി. ഞാനുമായിട്ട് പിണക്കൊണ്ടേ തവണാണല്ലോ. ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും പരിപാവനമായ സ്ഥലമാണ്. 10 വയസ്സിനും 52 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ള അവിടെ നൂറ്റാണ്ടുകളായ ഒരു തീരുമാനമാണ്. അങ്ങോട്ട് പെണ്ണുങ്ങളെ തുണിയെടുക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ടുവന്നതാണ് പിണറായി വിജയന് നിർബന്ധം. ഞാനത് തടഞ്ഞു എന്നുള്ളതിൽ ഞാനുമായിട്ടുള്ള തർക്കം. ഈ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ അവർക്ക് പോട്ടെ, നമ്മളെന്ത് നേരത്തെ ഇടപെടുന്നത്? അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ 5 നേരം നിസ്കരിക്കണം. ഞാനിത് അത് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞ കാര്യം എനിക്കെന്നാ? അല്ലെങ്കിൽ ഹിന്ദുക്കൾ രാവിലെ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, വേണ്ടാന്ന് പറഞ്ഞ കാര്യം എനിക്കെന്താ? അത് അവർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പള്ളിയിൽ പോകുന്നു, എന്നെ പള്ളിയിൽ പോകണമെന്ന് പറയാം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.